നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവനൊരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവന് ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ആദ്യം ലളിതമായ ചില അത്ഭുതങ്ങളൊക്കെയാണ് ചെയ്തത് എന്ന് പറയാം. വെള്ളത്തെ വീഞ്ഞാക്കിയത് അതൊരു വീട്ടിലാണ്. ആ വീട്ടിലെ വിവാഹത്തിന് കൂടിയ ആ ഗ്രാമത്തിലുള്ള ആളുകൾ മാത്രം അറിഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകി, പക്ഷപാത രോഗിക്ക് സൗഖ്യം നൽകി. ഇതൊക്കെയാണ് ഇതിനോടകം യേശു ചെയ്തത്. എന്നാൽ ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യേശു പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും കൂടെ പടകിൽ അക്കരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് എന്തുകൊണ്ടാണ് കാറ്റും കോളും ഉണ്ടായത്? യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെന്ന് കടലിനറിയാം, കാറ്റിനറിയാം, മത്സ്യങ്ങൾക്കറിയാം, മൃഗങ്ങൾക്കറിയാം. പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? പത്രോസിൻ്റെ അമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. യേശു അവളുടെ ജ്വരത്തെ ശ്വാസിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൾക്ക് ജ്വരം നൽകി, അല്ലെങ്കിൽ അവളെ പനി പിടിപ്പിച്ച സാത്താനെയാണ് യേശു ശാസിച്ചത്. യേശുവിനും കൂടെയുള്ള ആളുകൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് സാത്താൻ അറിയാം. ആ ശുശ്രൂഷയ്ക്ക് സാത്താൻ തടസ്സം നിൽക്കുകയായിരുന്നു. ഒരു വീട്ടിൽ ഒരാൾ രോഗിയായാൽ ആ വീടിൻ്റെ താളം തെറ്റും എന്നുള്ളത് പറയേണ്ടതായിട്ടില്ലല്ലോ. ഒരാൾ രോഗിയായിട്ട് ഒരു വീട്ടിൽ കിടക്കുമ്പോൾ അവിടെ ഉള്ള അതിഥിസൽക്കാരത്തിന് ഒരു ഹൃദ്യത ഉണ്ടാകുകയില്ല. പോരെങ്കിൽ കഠിന ജ്വരമാണ്. അപ്പോൾ വീടുകളുടെ ഹൃദ്യത, സന്തോഷം, ഇതൊക്കെ ഇല്ലാതെയാക്കുക, അതാണ് സാത്താൻ്റെ ലക്ഷ്യം. കാനാവിലെ കല്യാണ വീട്ടിലും അതുതന്നെയാണ് ഉണ്ടായത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കാറ്റും കോളും ഉണ്ടായത്? സാത്താൻ അറിയാം യേശു പോകുന്നത് ഒരു ഭൂതബാധിതന് സൗഖ്യം നൽകാനാണ്. ഗദർ ദേശത്തെ ലഗ്യോൻ ബാധിച്ച മനുഷ്യന് കല്ലറകളിൽ പാർക്കുന്ന, പലപ്പോഴും ചങ്ങല കൊണ്ടൊക്കെ ബന്ധിച്ചിട്ടും ആർക്കും അടക്കാൻ കഴിയാത്ത ഒരു ഭീകരനായ, നാട്ടുകാരുടെ പേടി സ്വപ്നമായ ഒരു മനുഷ്യന് സൗഖ്യം നൽകാൻ യേശു പോവുകയാണ്. അതായത് സാത്താൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരാളെ യേശു പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് സാത്താൻ തടസ്സം നിൽക്കുകയാണ്. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതി, നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 വട്ടം ആഗ്രഹിച്ചു, പക്ഷെ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. സാത്താന് രോഗം കൊണ്ട് തടയാം, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തടയാം, നിയമതടസ്സം കൊണ്ടും ആളുകളുടെ ഉപദ്രവം കൊണ്ടും ഒക്കെ തടയാം. ഇവിടെ യേശുവിനെ ശിഷ്യന്മാരെയും തടയാൻ സാത്താൻ ശ്രമിക്കുകയാണ്. കാരണം ഇന്ന് വലിയ കാറ്റും കോളും ആയതുകൊണ്ട് നമുക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യാം, മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം. അങ്ങനെ യേശുവിനെ ശിഷ്യന്മാരെയും തടയാൻ സാത്താൻ ശ്രമിക്കുകയായിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് വായിക്കുന്നത്. ചില ആൾ പറയുന്നത്
യേശു ജനിച്ചു, യേശു ഭക്ഷണം കഴിച്ചു, യേശു വളർന്നു, യേശു ഉറങ്ങി, യേശു ക്ഷീണിച്ചു, യേശു കരഞ്ഞു, യേശു ദാഹിച്ചു, യേശു പ്രാർത്ഥിച്ചു, യേശു മരിച്ചു. അതുകൊണ്ട് യേശു മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുകൾ വളരെയാണ്. ഉപദേശമൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ യേശു മനുഷ്യനാണ് എന്നാണ് കൂടുതൽ ആളുകളും പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു 100% ദൈവവും 100% മനുഷ്യനുമാണ്. യേശു ദൈവമാണ് എന്ന് തെളിയിക്കാൻ ഉള്ള അടയാളങ്ങളായിരുന്നു യേശു ചെയ്ത അത്ഭുതങ്ങൾ. അടയാളങ്ങളുടെ ആരംഭം വെള്ളത്തെ വീഞ്ഞാക്കിയത് ആണെന്ന് നമ്മൾ കാണുന്നു. താന് കേവലം മനുഷ്യനല്ല, പാപമില്ലാത്ത ദൈവമാണ്. പാപമില്ലാത്ത ദൈവം യാഗമായാലേ പാപപരിഹാരം ഉണ്ടാവും മനുഷ്യജാതിക്ക്. ഇസ്രയേലിന് പാപമോചനത്തിനായിട്ട്, അവരുടെ വിടുതലിനായിട്ട് ഊനമില്ലാത്ത ഒരു ആടാണ് കൊല്ലപ്പെടേണ്ടിയിരുന്നത്. യേശു ഊനമില്ലാത്ത, പാപമില്ലാത്ത, പരിശുദ്ധനായ ദൈവ കുഞ്ഞാടാണ് എന്ന് യേശു തെളിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവം, സമ്പൂർണ്ണ മനുഷ്യനായതാണ്. താന് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യരുടെ പാപമോചനത്തിനു വേണ്ടി ഒരു യാഗമാകാൻ, അതായത് രക്ഷാമാർഗം ഒരുക്കാൻ, കുരിശിലെ യാഗമരണത്താൽ രക്ഷാമാർഗം ഒരുക്കാൻ മാത്രമല്ല, എങ്ങനെ നാം പിതാവിനെ അനുസരിച്ചുകൊണ്ട്, രക്ഷിക്കപ്പെട്ട ആളുകൾ എങ്ങനെ പിതാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അതിന് മാതൃക കാണിക്കാൻ കൂടെയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ എങ്ങനെ പിതാവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് മാതൃക കാണിച്ചു. പവിത്രമായി എങ്ങനെ സംസാരിക്കണം, പെരുമാറണം, ചിന്തിക്കണം, നോക്കണം, കേൾക്കണം, അതിനെല്ലാം മാതൃക കാണിച്ചു. താന് പരിശുദ്ധ ദൈവമാണെന്ന് തെളിയിച്ചു. അതിനുശേഷമാണ് യേശു മരിച്ചത്. ഇവിടെ യേശുവിൻ്റെ മനുഷ്യത്വം മാത്രം ദർശിക്കുന്ന ആളുകൾ യേശു ആരാധ്യനല്ല, യേശുവിൻ്റെ മരണവും സ്വാഭാവിക മരണമാണ് എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് യേശു അമരത്തെ തലയണ വെച്ച് ഉറങ്ങിയെങ്കിലും എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ഒറ്റ വാക്കിന് ശാസിച്ചമർത്തുകയാണ്. വലിയ ശാന്തത ഉണ്ടായി. എവിടെയെല്ലാം യേശുവിൻ്റെ മനുഷ്യത്വം കാണുന്നുവോ അവിടെയെല്ലാം യേശുവിൻ്റെ ദൈവത്വവും കാണാൻ സാധിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാർ അത്ഭുതത്തോടെ കാറ്റിനെയും കടലിനെയും ഇവൻ നിയന്ത്രിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവനെ സ്തുതിക്കുവാൻ, അത്ഭുതപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണ ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്നവനാണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.